നമസ്കാരം. VMTV ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPMന്റെ 6 നേതാക്കളടക്കം 14 പേർ കുറ്റക്കാരെന്ന വിധിക്ക് പിന്നാലെ സർക്കാരിനെതിരെ അടക്കം വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ. കേസ് തേച്ചുമാച്ച് കളയാൻ സർക്കാർ പരമാവധി ശ്രമം നടത്തിയെന്ന് കുറ്റപ്പെടുത്തിയ രമേശ് ചെന്നിത്തല വിധിയിൽ തൃപ്തരല്ലെന്ന് പ്രതികരിച്ചു. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് കേസുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുടുംബത്തിന് ന്യായമായി ലഭിക്കേണ്ട വിധി അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചതിനെ അതിജീവിച്ചാണ് ഈ വിധിയിൽ എത്തിയതെന്ന് ഷാഫി പറമ്പിലും പ്രതികരിച്ചു. CPM നിഷ്ഠൂരമായി നടത്തിയ കൊലപാതകമാണ് പെരിയയിലേത്. CPM ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണിതെന്നും പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതികരിച്ചിരുന്നു. CPM പാർട്ടി നേതാക്കൾ ഉൾപ്പെട്ടതിന്റെ തെളിവാണ് വിധിയെന്ന് ദില്ലിയിൽ പ്രതികരിച്ച ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കി. CPMന് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. സംഘർഷത്തിനിടയിലുണ്ടായ കൊലപാതകമല്ല പെരിയയിലേത്. പാർട്ടി തിരക്കഥ എഴുതി പാർട്ടി സംവിധാനം ചെയ്ത് നടത്തിയ കൊലപാതകമാണെന്നും തെളിഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നൽകിയ നികുതിപ്പണം ഉൾപ്പെടെ എടുത്താണ് സർക്കാർ CBI അന്വേഷണം ഒഴിവാക്കാൻ വാദിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. പെരിയ കൊലപാതകം ആസൂത്രണം ചെയ്തത് CPMന്റെ ഉന്നത നേതൃത്വമാണെന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞെന്ന് T. സിദ്ദിഖ് MLAയും പ്രതികരിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ കിട്ടുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഭാവി നടപടി പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. CPM ആണ് പ്രതികൾക്ക് അഭയം നൽകിയതെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. CPMന്റെ കൊലപാതക രാഷ്ട്രീയമാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. വെറുതെ വിട്ടവർക്കെതിരായ നിയമ പോരാട്ടം തുടരുമെന്നും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇനിയെങ്കിലും CPM ഏറ്റെടുക്കണം. പൊതു ഖജനാവിൽ നിന്ന് 2 കോടി രൂപ സർക്കാർ പ്രതികളെ രക്ഷിക്കാൻ ചിലവഴിച്ചു. കൊല്ലപ്പെട്ട അമ്മമാരുടെ കണ്ണീരിനു മുകളിലല്ല സുപ്രീം കോടതിയിൽ നിന്ന് എത്തിച്ച അഭിഭാഷകരുടെ നിയമപാണ്ഡിത്യം. അഡ്വക്കേറ്റ് VK ശ്രീധരൻ കഴിക്കുന്ന ചോറിൽ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ചോരയുണ്ടെന്നും രാഹുൽ വിമർശിച്ചിരുന്നു. കേസിൽ മുൻ MLAയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ അടക്കം 6 പ്രധാന നേതാക്കൾ ഉൾപ്പെടെ 14 പ്രതികളെയാണ് CBI കോടതി കുറ്റക്കാരെന്ന് വിധിച്ചത്. 10 പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു. കേസിൽ കുറ്റക്കാരായവർക്ക് ശിക്ഷ ജനുവരി 3-ന് പ്രസ്താവിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ന് രാജ്ഭവനിൽ നൽകാനിരുന്ന യാത്രയയപ്പ് യോഗം റദ്ദാക്കി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്നാണ് ദേശീയ ദുഃഖാചരണം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് രാജ്ഭവനിൽ നൽകാനിരുന്ന ആരിഫ് ഖാന്റെ യാത്രയയപ്പ് യോഗം റദ്ദാക്കിയത്. കേരള സംസ്ഥാന ഗവർണർ സ്ഥാനത്ത് നിന്നും മാറ്റം ലഭിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ യാത്രയയപ്പ് യോഗം രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച വൈകിട്ട് 4:30-നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. രാജ്ഭവൻ ജീവനക്കാരാണ് ആരിഫ് ഖാന് യാത്രയയപ്പ് നൽകാൻ തീരുമാനിച്ചിരുന്നത്. ബീഹാർ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കാനായി കൊച്ചിയിൽ നിന്ന് ആരിഫ് ഖാൻ ബീഹാറിലേക്ക് പോകുന്നതിന് മുന്നോടിയായാണ് യാത്രയയപ്പ് യോഗം തീരുമാനിച്ചത്. യാത്രയയപ്പ് യോഗം റദ്ദാക്കിയ സാഹചര്യത്തിൽ ഡിസംബർ 29-ന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടും. ഉച്ചയ്ക്ക് 12 മണിക്ക് കൊച്ചിയിലേക്കും പിന്നീട് 3:20-ന് ദില്ലിയിലേക്കും വിമാനമാർഗം അദ്ദേഹം യാത്ര ചെയ്യും. അദ്ദേഹം ഡിസംബർ 30-ന് ഉച്ചയ്ക്ക് 1:55-ന് ദില്ലിയിൽ നിന്ന് ബീഹാർ തലസ്ഥാനമായ പട്നയിലേക്കുള്ള വിമാനത്തിൽ പുറപ്പെടുമെന്നും അറിയിപ്പുണ്ട്. ജനുവരി 2-നായിരിക്കും ആരിഫ് ഖാൻ ബീഹാർ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുക. അതേസമയം പുതിയ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ജനുവരി 2-നാകും ചുമതലയേൽക്കുക. പുതുവത്സര ദിനത്തിൽ പുതിയ ഗവർണർ കേരളത്തിലെത്തും. ഡിസംബർ 24-നാണ് കേരള ഗവർണർ സ്ഥാനത്ത് നിന്നും ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി ബീഹാർ ഗവർണർ സ്ഥാനം വഹിച്ചിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ നിയമിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കിയിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന് പകരക്കാരനായി എത്തുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കടുത്ത RSS BJP പശ്ചാത്തലമാണുള്ളത്. ഗോവ മന്ത്രിസഭയിലടക്കം അംഗമായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ബീഹാർ ഗവർണർ സ്ഥാനത്ത് നിന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ്. കുഴൽക്കിണറിൽ വീണ 3 വയസ്സുകാരിയെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി കനത്ത മഴ. കുട്ടി കുഴൽക്കിണറിൽ വീണിട്ട് 6 ദിവസമായി. രാജസ്ഥാനിലെ കോട്ട്പുത്ലി ബഹ്റോർ ജില്ലയിലെ സരുൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. തിങ്കളാഴ്ചയാണ് അച്ഛന്റെ കൃഷിയിടത്തിൽ കളിക്കുന്നതിനിടെ ചേതന എന്ന 3 വയസ്സുകാരി കുഴൽക്കിണറിൽ വീണത്. 700 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ 180 അടി താഴ്ചയിലാണ് പെൺകുട്ടി കുടുങ്ങിയിരിക്കുന്നത്. കുഴൽക്കിണറിന് സമാന്തരമായി 170 അടി തുരങ്കം കുഴിച്ചു. ആകൃതിയിലുള്ള പൈപ്പിലൂടെ കുട്ടിയെ പുറത്തെടുക്കാനാണ് ശ്രമം. പക്ഷേ കനത്ത മഴ കാരണം ഇന്നലെ രക്ഷാപ്രവർത്തകർക്ക് ഇറങ്ങാനായില്ല. മഴവെള്ളത്തിൽ നിന്ന് കുഴൽക്കിണറിനെ സംരക്ഷിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും സുരക്ഷിതമായി മൂടി ഇന്ന് രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. 2023-ൽ ഉത്തരാഖണ്ഡ് തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാൻ സഹായിച്ച റാറ്റ് ഹോൾ മൈനേഴ്സിനെ ഇറക്കി ചേതനയെ രക്ഷിക്കാനാണ് ശ്രമം. രക്ഷാപ്രവർത്തനം ഇതിനകം 100 മണിക്കൂറിനപ്പുറം നീണ്ടു. ആദ്യം കയറിൽ ഘടിപ്പിച്ചിരുന്ന ഇരുമ്പ് വളയം ഉപയോഗിച്ച് കുട്ടിയെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്നാണ് സമാന്തരമായി തുരങ്കമുണ്ടാക്കിയത്.
കുട്ടിക്ക് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു മെഡിക്കൽ സംഘവും ആംബുലൻസും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. കുട്ടിയെ പുറത്തെടുത്താൽ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിക്കും. രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം അലംഭാവം കാട്ടിയതായി ചേതനയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്. കുട്ടി കുഴൽക്കിണറിൽ വീണത് മുതൽ ഭക്ഷണം കഴിക്കാത്ത അമ്മ ധൗളി ദേവിയുടെ ആരോഗ്യനില വഷളായി. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണവർ. 5 ദിവസമായി എന്റെ കുഞ്ഞ് എന്തെങ്കിലും കഴിച്ചിട്ട്. കളക്ടർ മേഡത്തിന്റെ കുട്ടിയായിരുന്നെങ്കിൽ അവരിങ്ങനെ രക്ഷാപ്രവർത്തനം വൈകിക്കുമായിരുന്നോ എന്നാണ് കുട്ടിയുടെ അമ്മ ചോദിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് അനധികൃത മദ്യവിൽപ്പന. 4 ലിറ്റർ വിദേശ മദ്യവുമായി ഹോട്ടൽ ജീവനക്കാരൻ പിടിയിലായി. കൊല്ലം കിളികൊല്ലൂർ സ്വദേശി ബിജു ആണ് പോലീസ് പിടിയിലായത്. സന്നിധാനത്തേക്ക് മദ്യം എത്തിയത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തി. ഏറെ നാളായി സന്നിധാനത്ത് മദ്യവിൽപ്പന നടക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. പൂർണ്ണമായും മദ്യനിരോധിത മേഖലയാണ് ശബരിമല സന്നിധാനം. ഇവിടേക്ക് ഭക്തരെ കർശന പരിശോധനകളോടെയാണ് കടത്തിവിടുന്നത്. എന്നാൽ വ്യാപകമായി സന്നിധാനത്തടക്കം മദ്യം ലഭിക്കുന്നുവെന്ന വിവരം ഏറെ ആശങ്കയുളവാക്കുന്നതാണെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയത്. സന്നിധാനം NSS ബിൽഡിംഗിന് സമീപം ശാസ്ത ഹോട്ടലിലെ ജീവനക്കാരനാണ് ബിജു. കൊല്ലം കിളികൊല്ലൂർ രണ്ടാംകുറ്റി സ്വദേശിയാണ് ഇയാൾ. ഓച്ചിറ മേമന എന്ന സ്ഥലത്ത് നാടലയ്ക്കൽ വടക്കതിൽ എന്ന വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ജോലി ചെയ്യുന്ന ശാസ്ത ഹോട്ടലിന് സമീപത്തു നിന്നാണ് പോലീസ് ഇയാളെ വലയിലാക്കിയത്.